ഒരു പുതിയ ഇന്ത്യൻ വിമാനം ഇനി ആകാശത്തുയരാൻ വെറും കുറച്ചു മാസങ്ങൾ മാത്രം ബാക്കി. ഇതൊരു സാധാരണ പദ്ധതിയല്ല, വർഷങ്ങളായുള്ള പരിശ്രമത്തിന്റെ അവസാന ഘട്ടമാണ്. റൺവേയിൽ ഇപ്പോൾ അത് തയ്യാറായി നിൽക്കുന്നു. പക്ഷേ ഒരു നിർണായക പരീക്ഷണം കൂടി ബാക്കി. ആ ഒരു പരീക്ഷണം കൂടി വിജയിച്ചാൽ ഈ പുതിയ ഇന്ത്യൻ ശക്തി ആദ്യമായി ആകാശം തൊടും എന്ന വലിയ വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. വാർത്ത ഞാൻ വിശദമാക്കാം. ലെറ്റ്സ് ചെക്ക് ഇൻ ഡീറ്റെയിൽ. വെൽക്കം ടു ദി പോയിന്റ്. ഇത് നമ്മുടെ സ്വന്തം സാങ്കേതിക ശേഷിയിൽ സ്വന്തമായി വികസിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിമാനങ്ങളിൽ ഒന്നായ തേജസ് MK2 ആണ്. ഇപ്പോൾ നിർണായക ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഈ ഒരു പദ്ധതി. എയറോനോട്ടിക്കൽ ഡെവലപ്മെന്റ് ഏജൻസിയും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡും ചേർന്ന് വികസിപ്പിക്കുന്ന ഈ പദ്ധതി വർഷങ്ങളായുള്ള ഡിസൈൻ പരിശോധനകൾ, മെച്ചപ്പെടുത്തലുകൾ എന്നിവയ്ക്ക് ശേഷം ഇപ്പോൾ ആദ്യ പറക്കലിനായി തയ്യാറെടുക്കുകയാണ്. ഇപ്പോൾ ഈ വിമാനത്തിന് മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം എന്നത് ടാക്സി ട്രയൽസ് ആണ്. വിമാനം നേരിട്ട് പറക്കുന്നതിന് മുൻപ് റൺവേയിൽ വിവിധ വേഗതകളിൽ ഓടിച്ച് പരിശോധിക്കും. ആദ്യം കുറഞ്ഞ വേഗതയിൽ ഓടിച്ച സ്റ്റിയറിംഗ്, ബ്രേക്ക്, ഗ്രൗണ്ട് നിയന്ത്രണം എന്നിവ ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കും. തുടർന്ന് വേഗം കൂട്ടി ടേക്ക് ഓഫ് സ്പീഡിന് അടുത്തെത്തിക്കും. പക്ഷേ വിമാനം പറക്കില്ല. ഈ ഘട്ടത്തിൽ യഥാർത്ഥ സാഹചര്യത്തിൽ വിമാനത്തിന്റെ നിയന്ത്രണവും സിസ്റ്റങ്ങളുടെയും പ്രതികരണവും പരിശോധിക്കപ്പെടുന്നു. ഈ പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയായാൽ മാത്രമേ ആദ്യ പറക്കലിലേക്ക് കടക്കാനാവൂ. തേജസ് MK2 ഇപ്പോൾ വികസനത്തിന്റെ അവസാന ഘട്ടമായ ഗ്രൗണ്ട് പരിശോധനകളിലാണ് കേട്ടോ. വിമാനത്തിന്റെ ഘടന ശക്തമാണോ, ഇലക്ട്രോണിക്സ് സംവിധാനങ്ങൾ ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോ, ഫ്ലൈറ്റ് കൺട്രോൾ സംവിധാനം സുരക്ഷിതമാണോ എന്നിങ്ങനെ നിരവധി പരിശോധനകൾ തുടരുന്നു. ഈ ഘട്ടങ്ങളെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷമാണ് വിമാനത്തിന് പറക്കാൻ അനുമതി ലഭിക്കുക. ഈ പ്രക്രിയ നിയന്ത്രിക്കുന്നത് സെന്റർ ഫോർ മിലിറ്ററി എയർ വർത്തിനെസ് ആൻഡ് സർട്ടിഫിക്കേഷൻ ആണ്. മുൻകാലത്തേക്കാൾ വേഗതയിൽ പരിശോധനകൾ പൂർത്തിയാക്കാൻ കഴിയുന്നതിലൂടെ വികസനവും സർട്ടിഫിക്കേഷനും തമ്മിലുള്ള ഏകോപനം മെച്ചപ്പെട്ടതായി കാണിക്കുന്നു. ആദ്യമായി പറക്കുന്ന പ്രോട്ടോടൈപ്പ് വിമാനത്തിന് പൂർണ്ണ നിറം നൽകാതെ പ്രൈമർ പെയിന്റ് ഉപയോഗിച്ചാണ് പുറത്തിറക്കുന്നത്. ഇതൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കൗതുകരമായ കാര്യമല്ലേ ഇതൊക്കെ? ഇതിലൂടെ ഓരോ പരീക്ഷണത്തിനും ശേഷം എളുപ്പത്തിൽ മാറ്റങ്ങൾ വരുത്താനും വികസന പ്രക്രിയ വേഗത്തിലാക്കാനും സാധിക്കും. അതുകൊണ്ട് തന്നെ രൂപസൗന്ദര്യത്തെക്കാൾ പ്രവർത്തനക്ഷമതയ്ക്കാണ് ഇപ്പോൾ കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. തേജസ് MK2വിന്റെ പ്രധാന ശക്തി അതിന്റെ എഞ്ചിനിലാണ്. GEF 414 INS-6 എന്ന ഉയർന്ന ത്രസ്റ്റ് നൽകുന്ന എഞ്ചിനാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഇത് മുൻ പതിപ്പുകളിൽ ഉപയോഗിച്ച എഞ്ചിനുകളെക്കാൾ ഇത് കൂടുതൽ ശക്തിയും പ്രകടനവും നൽകുന്നു എന്നതാണ്. ഈ എഞ്ചിനുമായി ബന്ധപ്പെട്ട സാങ്കേതിക വിദ്യ ഇന്ത്യക്ക് ലഭിച്ചതിലൂടെ ഭാവിയിൽ ആഭ്യന്തര നിർമ്മാണത്തിനുള്ള വഴിയും തുറക്കുന്നു. ഇത് ഇറക്കുമതി ആശ്രയം കുറയ്ക്കാൻ സഹായിക്കും. ഈ വിമാനം ആധുനിക സാങ്കേതിക സംവിധാനങ്ങളാൽ സമ്പന്നമാണ്. സ്വദേശീയമായി വികസിപ്പിച്ച ഉത്തമ AES റഡാർ, ഡിജിറ്റൽ ഫ്ലൈറ്റ് കൺട്രോൾ, കമ്പ്യൂട്ടർ, മറ്റ് 3 ഏവിയോണിക് സംവിധാനങ്ങൾ എന്നിവ പൈലറ്റിന് കൂടുതൽ വ്യക്തമായ വിവരങ്ങളും കൃത്യമായ നിയന്ത്രണവും നൽകുന്നു. ഇത് പ്രവർത്തനക്ഷമതയും സുരക്ഷയും ഒരേ സമയം വർദ്ധിപ്പിക്കുന്നു എന്നതാണ്. നമ്മുടെ തേജസ് MK1മായി താരതമ്യപ്പെടുത്തുമ്പോൾ MK2 ഒരു മീഡിയം വെയിറ്റ് പ്ലാറ്റ്ഫോം ആണ്. വലിയ എയർ ഫ്രെയിം, കൂടുതൽ ഇന്ധനശേഷി, ഏകദേശം 6.5 ടൺ വരെ ഭാരം വഹിക്കാനുള്ള കഴിവ്, 11 ഹാർഡ് പോയിന്റ്സ് എന്നിവ ഇതിനുണ്ട്. 1500 കിലോമീറ്ററിൽ കൂടുതൽ പ്രവർത്തന പരിധിയുള്ളതിനാൽ ഇത് ദൂരപ്രവർത്തനങ്ങൾക്കും അനുയോജ്യമാണ്. എന്തായാലും നമ്മുടെ വ്യോമസേനയിലെ ഇപ്പോൾ ഇടക്കാല ഒരു വിമാനങ്ങളുടെയൊക്കെ കുറവുണ്ട്. അത് പരിഹരിക്കാൻ നമ്മുടെ തേജസ് MK2വിന് കഴിയുമെന്നത് നിസ്സംശയം പറയാൻ സാധിക്കും.